ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മുങ്ങിക്കിടക്കുക, ചിക്കൻ മുങ്ങിക്കിടക്കുന്നവരെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എനിക്കൊരു മിക്സ് വേണം. അതിന് വേണ്ടിയിട്ട് 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ. ശേഷം ഇതൊന്ന് നന്നായി ഒരു കപ്പ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഞാനത് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട്. ശേഷം ഒന്ന് അടക്കുക. നല്ലോണം അടിയാണ് കേട്ടോ, നല്ലോണം അടിയേക്ക് വരണം. അതിനുശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലോണം അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചിക്കനിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ നല്ലോണം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് മുങ്ങിക്കിടക്കണം ചിക്കൻ. അതിന് വേണ്ടി നമ്മൾ കൈയോ സ്പൂണോ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു അളവിൽ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് ഒഴിച്ച് കൊടുക്കുക. വിനീഗർ ഉണ്ടല്ലോ, വിനീഗറും ഇതേ അളവ് തന്നെ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് പിന്നെ പെപ്പർ പൗഡറാണ്. ഈ ഒരു അളവ് തന്നെ പെപ്പർ പൗഡർ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിനുശേഷം ഗരം മസാലപ്പൊടി ഇടുക. അതിൻ്റെ കൂടെ ഉപ്പിടാൻ മറന്നിട്ടുണ്ട്, ഒന്ന് ഉപ്പിടണേ. അതിൻ്റെ കൂടെ ഇതല്ലക്കി കഴിഞ്ഞ് 1 hour കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇങ്ങനെ ഉപ്പിടണോ എന്നുള്ള ഒരു ഓർമ്മ തന്നെ എനിക്ക് വന്നത്. പിന്നെ ഇത് 1 hour റെസ്റ്റ് ചെയ്യാൻ എന്തായാലും മസ്റ്റായിട്ട് വെക്കണം. പിന്നെ വേണ്ടിയിട്ട് അടുത്ത മിക്സ് ഉണ്ടാക്കുക. 1 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവർ ഇട്ടിട്ട് വരുന്നില്ലായിരുന്നു കോൺഫ്ലവർ, പിന്നെ തട്ടിയിട്ടിട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടി പോയിട്ടുണ്ട് മുളക് പൊടി, കാശ്മീരി മുളകാണ് ഇത്രയും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇടുക. അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുക. മിക്സാക്കി വെക്കുമ്പോൾ ഒന്ന് നല്ലോണം സ്പൂണിനെ കൊണ്ട് മിക്സാക്കി ഒന്ന് 2-3 പ്രാവശ്യം ഇളക്കുക, മുളക് ഉപ്പിലാടി പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിക്കുക. എനിക്കൊരു കപ്പ് വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് അധികം വെള്ളം ഒഴിക്കണ്ട, 1 കപ്പ് വെള്ളം എന്തായാലും ഒഴിച്ചോളൂ നിങ്ങൾ മൈദ എടുക്കുന്ന പോലെ. പിന്നെ നല്ലോണം ഒന്ന് അധികം വെള്ളം ഒഴിച്ച് കുറച്ച് ടൈറ്റ് പരുവത്തിൽ എന്തായാലും ഒന്ന് ആക്കിയെടുക്കുക. അതെന്ന് വെച്ചാൽ നമുക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കണ്ടേ. അപ്പോൾ 2 എഗ്ഗ് എന്തായാലും മസ്റ്റായിട്ട് വേണം. അപ്പോൾ 1 എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 മുട്ട പൊട്ടിച്ചെടുക്കുക. ശേഷം നല്ലോണം മിക്സാക്കി വെക്കുക. ഇത് ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കി വെക്കാൻ ബ്രോസ്റ്റഡ് ചിക്കന്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചിക്കൻ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. എങ്ങനെയാണ് ആവാമെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ, കൊളായിക്കണ്ടേ, പിന്നെ ചിക്കൻ വേസ്റ്റ് ആയി പോകും വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഒരു 5 പീസ് 6 പീസായിട്ട് ഞാൻ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഇങ്ങനെ ആയി വരുമ്പോൾ നിങ്ങൾക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് 2 minutes അടച്ച് വെക്കുക. സമയം കൊണ്ട് അതേ അളവ് തന്നെ കുറച്ച് കോൺഫ്ലവർ പൊടി, കുറച്ച് മൈദപ്പൊടിയോ, കുറച്ച് മുളക് പൊടിയോ, കുറച്ച് ഗരം മസാലപ്പൊടിയോ, കുറച്ച് കുരുമുളക് പൊടിയോ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യാൻ വെള്ളമോ ഒന്നും ചേർക്കണം, അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുക. ഇത് മുക്കിയിട്ട് പൊരിക്കണ്ടായതുകൊണ്ട് ഒന്ന് പിന്നെ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നോക്കുക. അതിനൊക്കെ മറിഞ്ഞെല്ലാം പോയിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പും മുളകും എല്ലാം മൈദയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അത് 2 minutes വെക്കണം. പിന്നെ അതിന് ശേഷം ഒന്ന് ഗ്യാസ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ഏതാണോ പാത്രം ആ പാത്രം വെക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ല ഓയിൽ നോക്കുക, വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കറേ. നല്ലോണം ഒന്ന് ഞാൻ കുറച്ചധികം ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ശേഷം അടുത്തതെന്ന് വെച്ചാൽ നമുക്കിതെങ്ങനെയാണെന്ന് നേരം ഇതിലേക്ക് ചിക്കൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഡിപ്പുണ്ടല്ലോ, ആ ഡിപ്പിലേക്ക് ഒന്ന് മുക്കിയിട്ട് നമ്മളെ മൈദപ്പൊടിയിലേക്കും നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പൊടിയിലേക്കും കൂടിയിട്ട് നല്ലോണം ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതേപോലെ കിട്ടും നമുക്കതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എണ്ണയിലാക്കി. ഇതെങ്ങനെ ആയി വരും എന്നുള്ള എക്സൈറ്റഡ് ഉണ്ടായിരുന്നു. ഇതെന്തായി വരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും എക്സെപ്റ്റ് ചെയ്തില്ല ഇത്ര നന്നായിട്ട് വരുമെന്ന്.
ഞങ്ങൾക്ക് പുതിയതായിട്ട് ആയപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. റിപ്പീറ്റഡ് തന്നെ ഒന്നാം ഇലയിലേക്ക് മുക്കുക, ഒന്നാം മൈദയിലേക്ക് ഒന്നും കൂടി മുക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഷിവർ ചെയ്യുക. ശേഷം എണ്ണയിലേക്ക് പൊരിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് കുറഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എരിവ് കൂടുതലായിരുന്നു, അത്യാവശ്യം നല്ലോണം എരിവ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എരിവ് കൂടുതലാണ് നോക്കുക. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ലെഗാണ് വെച്ചത്. ലെഗ് ഇട്ട് നോക്കി. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.